പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ഷോർട്ട് വീഡിയോയിൽ ഇട്ടായിരുന്നു ഒരു കുഞ്ഞ് ബൈക്ക് ഉണ്ടാക്കിയ ഒരു ചങ്ങായിനെ പരിചയപ്പെടുത്തുകയാണുള്ളത്. അപ്പോൾ ആ ഒരു ചങ്ങായി 9ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, 9th പഠിക്കുന്ന ഒരു ചങ്ങായി ഒരു കിഡിലൻ ബൈക്കാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു വലിയൊരു വീഡിയോ ആണ്. അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ കാണിച്ചു തരും. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് തില്ലങ്കേരിയിലാണ്, തില്ലങ്കേരി ഹൈസ്കൂളിൽ അവിടെയാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ചങ്ങായി ഇത് ഇവിടെ ഉണ്ട് കേട്ടോ. ഇവൻ ഉണ്ടാക്കിയ ബൈക്ക് ഇവൻ്റെ തൊട്ട് സൈഡിലുണ്ട്. അപ്പൊ ഇവൻ തന്നെ പറഞ്ഞുതരും കേട്ടോ. എന്റെ പേരൊന്ന് പറഞ്ഞു കൊടുത്തത്. എന്റെ പേര് വിഷ്ണു എന്നാണ് ആ പേര് വരുന്നത്. അപ്പോൾ ഇവിടെ തന്നെയാണ് സ്ഥലം. ഇവിടെ തന്നെയാണ് സ്ഥലം. അപ്പോൾ ഈ ചങ്ങായി ഉണ്ടാക്കിയ ബൈക്ക് സൈഡിൽ തന്നെ ഉണ്ട്. അപ്പോൾ 9th പഠിക്കുന്നത്. അപ്പോൾ ഞാനും 9th നമ്മളൊക്കെ ഒരേ ക്ലാസ്സിൽ തന്നെയാണ്. ഓക്കെ, അപ്പോൾ അതെ ഈ ഒരു ചങ്ങായി ഉണ്ടാക്കിയ ബൈക്കിന്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നമ്മളെ വിഷ്ണു ഇവിടെ ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇവരോട് ചോദിക്കുന്നത് ഇത് എനിക്ക് ഉണ്ടാക്കാൻ എന്ന ഒരു ആഗ്രഹം വന്നത്, ഇങ്ങനെ ഉണ്ടാക്കി എടുക്കണം എന്നൊക്കെ. എനിക്ക് പണ്ടോട്ടെ മെക്കാനിക്കൽ പരമായിട്ടെല്ലാം ഇഷ്ടമാണ്. അങ്ങനെ ഫോണിൽ ഇങ്ങനത്തെ വീഡിയോസ് എല്ലാം കാണും, വണ്ടി ഉണ്ടാക്കുന്നല്ലോ ഓരോ വട്ടന്മാരല്ലോ. അങ്ങനെ എനിക്കും തോന്നി എനിക്കൊരു മിനി ബൈക്ക് ഉണ്ടാക്കണം. അങ്ങനെ ഉണ്ടാക്കാൻ നോക്കി. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഉണ്ടാക്കുമ്പോ ഇതെന്തായാലും സക്സസ് ആവുന്നുള്ള ഒരു ചിന്ത ഉണ്ടായിരുന്നു. അതെന്തായാലും ഉറപ്പാണ്. അപ്പൊ ഇത് വീട്ടിലൊക്കെ നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. വീട്ടില് ഫസ്റ്റ് സപ്പോർട്ടൊന്നും ഇല്ല. വീട്ടിലാണ് ഞാൻ ആദ്യം പറഞ്ഞ് ഇങ്ങനെ ആക്കണം. എനിക്ക് വീട്ടുകാരൊന്നും സമ്മതിച്ചിട്ടില്ല. ഞാൻ കുറെ പറഞ്ഞേരോ അമ്മാറിന് ഇനി പഠിക്കൊന്നുമില്ല. എനിക്ക് മാഷ് വിളിച്ചു പറഞ്ഞു ഇവനിവിടുന്ന് പഠിക്കുന്നൊന്നുമില്ല, എൻ്റെ സ്കൂളിൽ 5 വർഷം ഇവൻ പഠിക്കുന്നൊന്നുമില്ല, ഇവിടുന്ന് വണ്ടിയില്ല പറയില്ല. മാഷാന്നേരം പറഞ്ഞ് ഇതെല്ലാം സപ്പോർട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. സാർ എനിക്ക് പിറ്റേ ദിവസം തന്നെ എനിക്കൊരു സ്കൂട്ടി തന്നെ വീട്ടിലെത്തിച്ചാണ്. അത് വെച്ചിട്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കി. അത് വെച്ചിട്ട് അപ്പൊ ഇത് എനിക്ക് ഉണ്ടാക്കിയെടുക്കാൻ എത്ര ചെലവും കാര്യങ്ങളൊക്കെ? ഇപ്പോൾ ഒരു 13,000 13,000 ഉണ്ടല്ലോ. പിന്നെ ഇത് എവിടെ നിന്നൊക്കെ ഇതിന്റെ സാധനങ്ങളൊക്കെ എവിടെ നിന്നൊക്കെയാ വാങ്ങിയത്? ഈ സ്കൂട്ടീന്റെ പാർട്സ് തന്നെ മെയിൻ ആയിട്ട്. പിന്നെ ഫ്രണ്ടിൽ ഷോക്കും പകുതി ചേസും ബൈക്കിന്റെ വരുന്നുണ്ട്. ഇത് ചെയ്യുമ്പോ എനിക്ക് വേറെ ആരെങ്കിലും ഇത് ഇലക്ട്രിക് വർക്കിനെ സഹായിച്ചല്ല, മെക്കാനിക് വർക്കിനുണ്ട്. മിനി ബൈക്കിന്റെ കാര്യത്തിലേക്ക് കിടക്കുക. അപ്പൊ നീ ഒരു ലൈറ്റ് ഞാൻ ശ്രദ്ധിക്കായിരുന്നു. ഇപ്പൊ ലൈറ്റ് ഇതിന്റെയാണ് ബൈക്കിന്? ഇത് ബോക്സർ എന്ന് പറയുന്ന ബൈക്കിന്റെ. ബോക്സർ സെക്കൻഡ് ഹാൻഡ് വണ്ടി ഓടിക്കുന്നിടത്തല്ല. അവിടെ നിന്ന് എടുത്തല്ല. ഇതിന് എങ്ങനെ റേറ്റ്? എത്ര റേറ്റ് വന്നേ? ഇതിന് എനിക്ക് 150. ഇത് നമുക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ഒക്കെ ചെയ്യാൻ പറ്റൂല. ഓക്കെ, അതുപോലെ തന്നെ ഇതിന്റെ ഇൻഡിക്കേറ്ററിന് ഡ്യൂക്കിന്റെ. ഓക്കെ, അതുപോലെ തന്നെ ഞാൻ ശ്രദ്ധിക്കാണ് ഇതിന്റെ ബാക്ക് ലൈറ്റ് കേട്ടോ, ഒരു ബുള്ളറ്റിന്റെ ലൈറ്റ് ആണ്. ഇതിന്റെ എവിടെ നിന്ന്? ഫ്ലിപ്കാർട്ടിന് വാങ്ങിച്ച ബുള്ളറ്റിന്റെ അതിലെ കവറ് മാത്രം. ഓക്കെ, അവിടെ നിന്ന് വാങ്ങിച്ച. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ലഗേജ് ഒക്കെ വെക്കാൻ അടിപൊളി സെറ്റപ്പ് ഉണ്ട്. പിന്നെ നീ ഇത് കൊടുത്തിട്ട് എവിടെയാ മെയിൻ റോഡുമൊക്കെ പോയായിരുന്നു? ഇല്ല, അങ്ങനെ പോക്കുന്നുണ്ട്. പോലീസിന്റെ പ്രശ്നമില്ല. പോലീസ് കണ്ടാലും പ്രശ്നമുണ്ടല്ലോ. അങ്ങനെ പോലീസ് പിന്നെ പിടിച്ചിനോ? ഒരു ദിവസം കണ്ടിരുന്നു, അവരൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ഇതിന് ഓണൊക്കെ എങ്ങനെ സെറ്റപ്പ് ആക്കി? അടിപൊളി ഓണം കേട്ടോ. ഇനി ഏകദേശം ഇതിൽ എത്ര ലിറ്റർ പെട്രോൾ കൊള്ളും? 3 തൊട്ട് 4 ലിറ്റർ വരെ കൊള്ളും. 3 തൊട്ട് 4 ലിറ്റർ വരെ കൊള്ളുന്നത്. അടിപൊളി ബൈക്ക്. അപ്പോൾ ഇതിന്റെ മൈലേജും കൂടി ഒന്ന് പറഞ്ഞു. മൈലേജ് സ്കൂട്ടിനും കാട്ടി കൂടുതൽ കിട്ടും. 50ന്റെ ഇൻഡിക്കേറ്റർ ഒന്ന് ലൈറ്റ് ഒന്ന് കത്തിക്കണം. അപ്പൊ നമ്മൾക്ക് ഈ ഒരു മിനി ബൈക്ക് നമുക്കൊന്ന് ഓടിച്ചു നോക്കാം കേട്ടോ. ഇതിന്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പൈസ കൊടുത്തോ? സംഭവമൊക്കെ അടിപൊളിയാണ്. എനിക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ കത്തണം ഓടിക്കാനൊന്നും ആവുന്നില്ല. എന്നാലും സംഭവം അടിപൊളിയാണ് കേട്ടോ. ഇതിന്റെ സൗണ്ട് നോക്കാം കേട്ടോ നമുക്ക്. സംഭവം അടിപൊളിയാണ്, നല്ല ഒച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓടിക്കാൻ അടിപൊളിയാണ് കേട്ടോ. പക്ഷെ എനിക്ക് സ്റ്റാർട്ടിങ്ങിനായിട്ടൊന്നും അറിയില്ല, കറക്റ്റ് ഓടിക്കാനാകുന്നില്ല. എന്നാലും ഇവനെ ഓടിച്ച് കാണിച്ചിരുന്നു. സെറ്റ് പോലെ ഓടിക്കണം കേട്ടോ, എനിക്ക് ശീലമുള്ളതുകൊണ്ട്. ഓക്കെ, സ്റ്റാൻഡ് സ്കൂട്ടീൻ്റെ അജ്മാർ
ദിവസം കൊണ്ട് ഇത് ഉണ്ടാക്കിയെടുത്തേ? ഞാൻ 2 മാസത്തോളം എടുത്തു. 2 മാസത്തോളം എടുത്തിനല്ലേ? ഇത് നോക്കിയതാ ഇവിടുന്ന് നോക്കുമ്പോൾ ഒരു KGF ഫിലിമിൽ ആ റോക്കി എടുക്കുന്ന ഒരു ബൈക്കില്ല അതേപോലത്തെ ഒരു ലുക്കും ഫീലും കാണുന്നുണ്ട് കേട്ടോ. അതല്ല ഒരു ഹിമാലയൻ്റെ ഒരു ലുക്ക് പെട്ടെന്ന് തോന്നിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ട് കാര്യമില്ല, കറക്റ്റ് ഇവിടെ വന്നിട്ട് നിങ്ങളിത് ഓടിച്ചു നോക്കണം, എന്നാൽ ഇതിൻ്റെ ഫീലിങ്സ് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇങ്ങനെയുള്ളവരെല്ലാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടത്. കാരണം 9th പഠിക്കുന്ന ഒരു ചങ്ങായി, ഇത് നമ്മൾക്കൊന്നും ആകാത്തൊരു സംഭവം തന്നെ ഈ ഒരു ചങ്ങായി വിഷ്ണു നാട്ടിലെ ചങ്ങായി ഉണ്ടാക്കി എടുത്തല്ലോ, അതൊരു വലിയ സംഭവമാണിത്. അടിപൊളി ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ സംഭവം തന്നെ സെറ്റപ്പ് ആക്കി എടുത്തിന്. എനിക്കിതിൽ എക്സ്ട്രാ മോഡിഫിക്കേഷൻ ചെയ്യാൻ ഉണ്ടായിരുന്നു. എനിക്ക് വേണ്ടി ഒരു സൈഡ് കവർ ചെയ്യണമെന്നുണ്ട്. സൈഡ് രണ്ട് സൈഡിലും ഓക്കെ. പിന്നെ ഇതിൻ്റെ ടയർ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടിയാ? ടയർ സ്കൂട്ടിൻ്റെ സാറാണ് സ്കൂട്ടി. സാറ് നിങ്ങൾക്ക് അതിന് ഫ്രീ ആയിട്ട് തന്നേനോ? ഫ്രീ ആയിട്ട്. സാറ് നല്ല സപ്പോർട്ടാട്ടോ. സാറിൻ്റെ പേരെന്താണ്? അനിൽകുമാർ സാർ. ഇവിടെ ഇല്ലല്ലോ. സാറ് വീഡിയോ കാണുവാണെങ്കിൽ സെറ്റ് ആകട്ടെ. ഓക്കെ. ഇനി ഇതിന് മിറർ വെക്കണല്ലേ? വെക്കാല്ലേ? ഓക്കെ. ഇന്നത്തെ കുഞ്ഞ് വീഡിയോ ഇവിടെ കഴിഞ്ഞു. അപ്പോൾ നമുക്കൊരു കാര്യത്തിനോട് ചോദിക്കാം, ലാസ്റ്റുള്ള ഒരു കാര്യമാണ്. ഇതിപ്പോൾ നീ ആർക്കെങ്കിലും ഇങ്ങനെ ഒരു ഓർഡർ വന്നു കഴിഞ്ഞാൽ നീ ഇങ്ങനെയുള്ളൊരു ബൈക്ക് ഉണ്ടാക്കി കൊടുക്കുക? അപ്പോൾ ഇതിനായിട്ട് എനിക്ക് എൻ്റെ മാഷി അന്ന പോലെ സ്കൂട്ടിയും കാര്യങ്ങളൊക്കെ വേണ്ട വരില്ല? അത് വേണ്ട. എഞ്ചിനും കാര്യങ്ങളൊക്കെ കൊടുത്ത് കഴിഞ്ഞാൽ എനിക്ക് എത്ര റേറ്റ് ഒക്കെ കാര്യങ്ങൾ പറയാൻ പറ്റും? ഇപ്പോൾ അവര് പറയുന്ന ഡിസൈനിങ് ആക്കി കൊടുക്കാം, മോഡലാക്കി കൊടുക്കും, അതിനനുസരിച്ചുള്ള റേറ്റ് ആയിരിക്കും. ടൈം എടുക്കും. ഞാൻ എൻ്റെ കാര്യമെല്ലാം കഴിഞ്ഞ് സ്കൂളിലും കഴിഞ്ഞ് അങ്ങനെ നോക്കിയിട്ട് ഉള്ള സമയത്ത് ചെയ്തു കൊടുക്കും. അപ്പോൾ ഒരു 2 മാസം 3 മാസം കൊണ്ടൊക്കെ സെറ്റാക്കി കൊടുക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ. അപ്പോൾ അവരൊക്കെ തന്നെ അവർക്ക് ഒരു പഴയ മോഡൽ സ്കൂട്ടി ഉണ്ടെങ്കിൽ അത് വിളിച്ച് എനിക്ക് സെറ്റാക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ അതിനനുസരിച്ചുള്ള ചിലവും കാര്യങ്ങളൊക്കെ കുറവുണ്ടാവും. ഒരാൾക്ക് ഏതെങ്കിലും മോഡൽ വേണം, അപ്പോൾ അതിനനുസരിച്ചുള്ള പൈസയും കാര്യങ്ങളൊന്നും ഇപ്പോൾ പറയാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ അതിൻ്റെ അനുസരിച്ചുള്ളൊരു സിറ്റുവേഷൻ അല്ല. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചു. സംഭവം അടിപൊളി ബൈക്കാണ് കേട്ടോ, ഓടിച്ചെടുക്കുക നല്ല സെറ്റാണ്, സുഖമൊക്കെ അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇതിന് നല്ലൊരു കിടുക്കാച്ച് വീഡിയോ ഞാൻ വീഡിയോ എന്ന പ്രതീക്ഷയിൽ ക്യാമറ വെച്ചേക്കാക്കിയടപ്പം പിന്നെ ഞാനും അതേപോലെ തന്നെ വിഷ്ണുവിനൊപ്പം ഇറ്റ്സ് മീ അജിനാസ് സൈനിങ് ഔട്ട്.